നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട്ട് തിയേറ്റർ പോര്. ഓൺലൈൻ സീറ്റ് ബുക്കിംഗിൽ തട്ടിപ്പ് നടത്തി തിയേറ്റർ കാലിയാക്കുകയും 1.5 ലക്ഷം രൂപ നഷ്ടം വരുത്തുകയും ചെയ്തുവെന്ന പരാതിയിൽ തിയേറ്റർ ഉടമയുടെ പേരിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. മംഗളൂരുവിൽ CISF ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച സ്വകാര്യ കമ്പനി ജീവനക്കാരൻ ലോഡ്ജ് മുറിയിൽ ആത്മഹത്യ ചെയ്തു. ഉത്തർപ്രദേശ് ഗാസിപൂർ സ്വദേശി അഭിഷേക് സിംഗ് ആണ് മരിച്ചത്. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ 8ാമത് ബിരുദദാന സമ്മേളനം മാർച്ച് 8-ന് നടക്കും. പരിപാടിയിൽ VSSC ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കാഞ്ഞങ്ങാട് നഗരസഭ ക്ഷീര കർഷകർക്ക് ധാതുലവണങ്ങൾ വിതരണം ചെയ്തു. ജനകീയാസൂത്രണം 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെന്നാരോപിച്ച ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് പ്രക്ഷോഭത്തിലേക്ക്. കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിലാണ് സമ്മേളനം നടന്നത്. നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. നീണ്ട 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ പെരുങ്കളിയാട്ടം നടക്കുന്നത്. തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മറത്തുകളിയും പൂരക്കളിയും അരങ്ങേറി. കൊയ്യങ്കര രാജീവൻ പണിക്കരും അണ്ടോൾ P രാജേഷ് പണിക്കരുമാണ് മറത്തുകളിയിൽ പാണ്ഡിത്യം മാറ്റുരച്ചത്. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട്ട് തിയേറ്റർ പോര്. ഓൺലൈൻ സീറ്റ് ബുക്കിംഗിൽ തട്ടിപ്പ് നടത്തി സിനിമാ തിയേറ്റർ കാലിയാക്കുകയും 1.5 ലക്ഷം രൂപ നഷ്ടം വരുത്തുകയും ചെയ്തുവെന്ന പരാതിയിൽ മറ്റൊരു തിയേറ്റർ ഉടമയുടെ പേരിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. കാഞ്ഞങ്ങാട് VGM തിയേറ്റർ ഉടമ PK ഹരീഷിനെതിരെയാണ് കേസ്. കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്റർ ഉടമ രാജ്കുമാറാണ് പരാതിക്കാരൻ. ആഴ്ചകൾക്ക് മുൻപ് പ്രദർശനത്തിനെത്തിയ രേഖാചിത്രം എന്ന സിനിമയുടെ 2 ഷോ മുടങ്ങിയതിനെ തുടർന്നാണ് കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്റർ ഉടമ രാജ്കുമാർ പരാതി നൽകിയത്. സീറ്റ് ബുക്ക് ചെയ്ത ശേഷം 9 മിനിറ്റിനുള്ളിലെ പണമടക്കേണ്ടതുള്ളൂ. 9-ാം മിനിറ്റിന് തൊട്ട് മുൻപ് ബുക്ക് ചെയ്തത് മുഴുവൻ റദ്ദാക്കും. ഉടൻ വീണ്ടും ബുക്ക് ചെയ്യും. ഇങ്ങനെ ഓരോ 9 മിനിറ്റിലും സീറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നവർ ബുക്ക് മൈ ഷോ ആപ്ലിക്കേഷൻ തുറന്നാൽ എല്ലാ സീറ്റുകളും ബുക്ക് ചെയ്തതായി കാണും. തിയേറ്ററിലെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വിതരണം ചെയ്യാൻ നോക്കുമ്പോൾ ഒരു സീറ്റിൽ പോലും ബാക്കിയില്ലാതെ എല്ലാം ബുക്ക് ചെയ്തിരിക്കും. സിനിമ തുടങ്ങിയപ്പോൾ ഒരാൾ പോലും എത്തിയില്ല. ബുക്ക് മൈ ഷോ ആപ്പിൽ നോക്കിയപ്പോൾ മുഴുവൻ ടിക്കറ്റുകളും റദ്ദാക്കിയതായി കാണുകയും ചെയ്തു. മോർണിംഗ് ഷോയും മാറ്റിനിയുമാണ് മുടങ്ങിയത്. ആപ്ലിക്കേഷനിൽ സാങ്കേതിക തകരാർ സംഭവിച്ചതായിരിക്കാമെന്നാണ് ആദ്യം കരുതിയത്. പിന്നീട് സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് രാജ്കുമാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മാർച്ച് 12-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം രേഖാചിത്രം എന്ന സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുമ്പോൾ രാവിലെ 8 മണി മുതൽ ബുക്കിംഗ് സൈറ്റ് ഫുള്ളായി കിടക്കുന്നതായി കണ്ടു. പിന്നീട് അത് ബ്ലോക്ക് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലായി. മനഃപൂർവ്വം സീറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ബുക്കിംഗ് ചെയ്യാതെ അത് ഉച്ചയ്ക്ക് ഒരു 1:30 വരെ ഈ പ്രവണത തുടർന്നു. ഞങ്ങൾ ബുക്ക് മൈ ഷോ ആപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത് മനഃപൂർവ്വം ആരാ ചെയ്യുന്നതെന്ന് മനസ്സിലായി. സൈബർ സെല്ലിൽ പരാതിപ്പെടുകയും പോലീസ് അന്വേഷിച്ച് ബുക്ക് മൈ ഷോൻ്റെ ഡാറ്റയും കേരള വിഷൻ്റെ IP ഒക്കെ എടുത്ത് അവസാനം ആളെ കണ്ടെത്തി. നിർഭാഗ്യവശാൽ അത് നമ്മുടെ സമീപത്തെ തിയേറ്ററിൻ്റെ ഉടമയുടെ മകനാണ്. സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത്. ആപ്ലിക്കേഷനിലെ പണമടക്കുന്ന രീതിയിലെ ന്യൂനത മനസ്സിലാക്കിയാണ് തട്ടിപ്പ്. സംസ്ഥാനത്ത് സമാന രീതിയിൽ ഓൺലൈൻ സീറ്റ് ബുക്കിംഗ് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് സംശയം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മംഗളൂരുവിൽ CISF ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച സ്വകാര്യ കമ്പനി ജീവനക്കാരൻ ലോഡ്ജ് മുറിയിൽ ആത്മഹത്യ ചെയ്തു. ഉത്തർപ്രദേശ് ഗാസിപൂർ സ്വദേശി അഭിഷേക് സിംഗ് ആണ് മരിച്ചത്. 20 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ശേഷമായിരുന്നു ആത്മഹത്യ. ഉത്തർപ്രദേശ് ഗാസിപൂർ സ്വദേശിയായ അഭിഷേക് സിംഗ് ആണ് കബളിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് മനം നൊന്ത് ആത്മഹത്യ ചെയ്തത്. ചെന്നൈയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അഭിഷേക് മംഗളൂരുവിലെ ലോഡ്ജിൽ മുറിയെടുത്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ജീവനൊടുക്കും മുമ്പ് 20 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ അയാൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോയിലൂടെയാണ് ആത്മഹത്യയുടെ കാരണം ലോകം അറിഞ്ഞത്.
ये एक लड़की है मोनिका सिहाग नाम का, असिस्टेंट कमांडेंट है CISF में। अहमदाबाद में ये पोस्टेड है। अभी RTC अराकोनम में CISF की फ्लैग रेजिंग डे के लिए आई हुई है। इस लड़की ने मतलब कि 1.5 साल पहले मुलाकात हुई मेरी इससे, और ये जाट है, और उसके बाद से फिर मेरी बातचीत इससे चालू हुई, और इसने मतलब कि लड़की थी, अच्छी थी, सुंदर थी, पावरफुल पोजीशन में थी, मुझे अच्छी लगी। मैंने चेहरा भी नहीं देखा था इसका, तभी मैंने इसे प्रपोज कर दिया, और बात बढ़ते बढ़ते यहाँ तक आई कि ये सब कुछ कर ली। उस वक्त तक मुझे मालूम नहीं था कि ये शादीशुदा है और ये एक बच्चे की माँ है, एक लड़की की माँ है। इसने अब ऐसे मोड़ पे लेकर आकर के खड़ा कर दिया है कि अब बेकार है जीना। इसके पति से मैं जब जाना तो ज़बरदस्ती आज मैंने बात किया है, इसका नंबर आज मांगते मांगते कल रात से आज ज़बरदस्ती मैंने इससे बात की। जब मैंने इसे धमकी दिया कि भाई तू मुझे मतलब कि अगर बचना है तो मुझे मतलब कि 4 लाख दे, नहीं तो तेरे कंपनी में कंप्लेन कर दूंगा, तेरे इसमें कर दूंगा। താൻ സ്നേഹിച്ചിരുന്ന യുവതി തന്നോട് പ്രണയം നടിക്കുകയായിരുന്നുവെന്നും താൻ കബളിക്കപ്പെട്ടുവെന്നുമാണ് അഭിഷേക് പറയുന്നത്. CISF-ൽ അസിസ്റ്റന്റ് കമാൻഡറായി ജോലി ചെയ്യുന്ന യുവതി വിവാഹിതയാണെന്ന വിവരം മറച്ചുവെച്ച് ബന്ധം സ്ഥാപിച്ചുവെന്നും ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും മാനസിക പീഡനമേൽപ്പിച്ചുവെന്നും വീഡിയോയിൽ ആരോപിക്കുന്നു. 8 ലക്ഷം രൂപ, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ തന്നിൽ നിന്ന് യുവതി തട്ടിയെടുത്തെന്നും മറ്റ് പലരുമായും സമാന തരത്തിൽ അവർക്ക് ബന്ധമുണ്ടെന്നും ആരോപിച്ച ശേഷമാണ് അഭിഷേക് ജീവനൊടുക്കുന്നത്. ഇരുവരും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളിലെ ചിത്രങ്ങളും ഇയാൾ പങ്കുവച്ചിട്ടുണ്ട്. യുവതിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയ അഭിഷേക് മാനസികമായി തകർന്നുവെന്നും അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും യുവാവിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ 8ാമത് ബിരുദദാന സമ്മേളനം മാർച്ച് 8-ന് നടക്കും. 41 പേർക്ക് ബിരുദവും 727 പേർക്ക് ബിരുദാനന്തര ബിരുദവും 58 പേർക്ക് PhD ബിരുദവും 25 പേർക്ക് PG ഡിപ്ലോമ ബിരുദവും നൽകും. പരിപാടിയിൽ VSSC ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2024 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദദാന സമ്മേളനമാണ് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുക. 851 വിദ്യാർത്ഥികളാണ് ബിരുദം ഏറ്റുവാങ്ങുവാനുള്ളത്. ഇതിൽ 664 പേർ നേരിട്ട് പങ്കെടുക്കുവാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 41 പേർക്ക് ബിരുദവും 727 പേർക്ക് ബിരുദാനന്തര ബിരുദവും 58 പേർക്ക് PhD ബിരുദവും 25 പേർക്ക് PG ഡിപ്ലോമ ബിരുദവും നൽകുമെന്ന് സർവകലാശാല അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വൈസ് ചാൻസലർ ഇൻചാർജ് പ്രൊഫസർ വിൻസെന്റ് മാത്യു, രജിസ്ട്രാർ ഡോക്ടർ M മുരളീധരൻ നമ്പ്യാർ, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ R ജയപ്രകാശ്, സർവകലാശാലയുടെ കോട്ട് അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങൾ, അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ, ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഡീനുമാർ, വകുപ്പ് മേധാവികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിക്കും. പരമ്പരാഗത വേഷത്തിലാണ് വിശിഷ്ടാതിഥികളും വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഈ വർഷത്തെ കോൺവെക്കേഷനിൽ 8ാമത് ബിരുദദാന സമ്മേളനം BSSCയുടെ ബഹുമാന്യനായ ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ സർ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് മാർച്ച് 8-ാം തീയതി രാവിലെ 10 മണിക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് നടക്കുന്നതാണ്. ഈ വർഷത്തെ കോൺവെക്കേഷനിൽ മൊത്തം 851 സ്റ്റുഡൻസ് ഈ കോൺവെക്കേഷനിലെ ഡിഗ്രി ബിരുദം വാങ്ങാനായിട്ട് എലിജിബിളാണ്. അതിൽ 793 PG സ്റ്റുഡൻസും അതിൽ 614 PG സ്റ്റുഡൻസ് ഇൻ പേഴ്സണായിട്ട് കോൺവെക്കേഷനിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ PhDയുടെ 58 സ്റ്റുഡൻസ് ക്വാളിഫൈഡ് ആയിട്ടും അതിൽ 50 സ്റ്റുഡൻസ് നേരിട്ട് ഈ കോൺവെക്കേഷനിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതാണ്.
കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ ആർ ജയപ്രകാശ്, അക്കാദമിക് ഡീൻ പ്രൊഫസർ അമൃത് ജി കുമാർ, ഡീൻ സ്റ്റുഡൻസ് വെൽഫെയർ പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട, പബ്ലിസിറ്റി ആൻഡ് മീഡിയ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ മനു, പബ്ലിക് റിലേഷൻസ് ഓഫീസർ കെ സുജിത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നഗരസഭ ക്ഷീര കർഷകർക്ക് ധാതുലവണങ്ങൾ വിതരണം ചെയ്തു. ജനകീയാസൂത്രണം 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം നടത്തിയത്. കാഞ്ഞങ്ങാട് പാൽ വിതരണ സഹകരണ സംഘത്തിന്റെ ഒഴിഞ്ഞവളപ്പ് പാൽ ശേഖരണ കേന്ദ്രത്തിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത ധാതുലവണങ്ങൾ ക്ഷീര കർഷകർക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ സജീവ് ഉൾപ്പെടെയുള്ള ജീവനക്കാരെ പ്രിയപ്പെട്ട ക്ഷീര കർഷകർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ അപേക്ഷകർക്കും ലഭ്യമാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഈ വർഷത്തെ പദ്ധതിക്കകത്ത് ധാതുലവണ മിശ്രിതം ഉറപ്പാക്കിയിട്ടുള്ളത്. ഇതിനു മുൻപ് കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നതായാലും മറ്റ് സഹായങ്ങളായാലും ക്ഷീര കർഷകർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് തന്നെയാണ് എന്നുള്ളത് അവിടുത്തെ ക്ഷീര കർഷകരുടെ എണ്ണത്തെയും അതുപോലെ തന്നെ ആ വാർഡിൻ്റെ പ്രത്യേകതയും സൂചിപ്പിക്കുന്നതാണ്. എന്തായാലും എല്ലാവർക്കും ഇനിയും കൂടുതൽ കൃഷി ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനമാകട്ടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്ന് ആഗ്രഹിക്കുന്നു. വാർഡ് സഭയിൽ അപേക്ഷ നൽകിയ 100ഓളം ക്ഷീര കർഷകർക്കാണ് 1200 രൂപ വില വരുന്ന ധാതുലവണങ്ങൾ വിതരണം ചെയ്യുന്നത്. ചടങ്ങിൽ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സജീവ് കുമാർ സ്വാഗതം പറഞ്ഞു. നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീഷൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി, കൗൺസിലർമാരായ സി രവീന്ദ്രൻ, നജ്മ റാഫി എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് പാൽ വിതരണ സഹകരണ സംഘം പ്രസിഡന്റ് കൃഷ്ണൻ പനങ്കാവ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെന്നാരോപിച്ച് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് പ്രക്ഷോഭത്തിലേക്ക്. കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ആർടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഫെയർ മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ യാത്രാ സൗജന്യമെന്ന സ്റ്റിക്കർ ഓട്ടോകളിൽ പതിപ്പിക്കണമെന്ന ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിനെതിരെ കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMS കാഞ്ഞങ്ങാട് RT ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. സ്റ്റിക്കർ പതിക്കാറുണ്ട്. യാത്രക്കാർക്ക് കാണുന്നതിന് വേണ്ടി അവരുടെ ചാർജ് കാണിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റിക്കർ ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ ഒരു നിയമത്തിന്റെ പഴുതുപിടിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നമ്മുടെ ഗതാഗത മന്ത്രിയുമായി സംസാരിച്ച് മാർച്ച് മാസം 1-ാം തീയതി മുതൽ ഒരു രാത്രി പെട്ടെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഉണ്ടായ ഒരു ബുദ്ധിയാണ് സ്റ്റിക്കർ പതിക്കണമെന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയ മസ്ദൂർ സംഘത്തെ സംബന്ധിച്ചിടത്തോളം മീറ്റർ പ്രവർത്തിക്കുന്നതിന് ഒരു എതിർപ്പുമില്ല. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഭരതൻ കല്യാൺ റോഡ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീശൻ നട്ടേങ്ങാനം, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞിരാമൻ കാട്ടുകുളങ്ങര, ബാലകൃഷ്ണൻ സൂര്യോദയം, രാകേഷ് മുത്തപ്പൻതറ എന്നിവർ സംസാരിച്ചു. കോട്ടച്ചിരി ട്രാഫിക് സർക്കിളിനടുത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ബാബു കൊടവലം, ബാബുരാജ് കോട്ടപ്പാറ, അനിൽ പറക്ലായി, മിഥുൻ നീലേശ്വരം, പ്രഭാകരൻ നീലേശ്വരം, അരുണൻ ചേറ്റുകുണ്ട, വിജയൻ കൊട്ടോടി, ഉദയൻ 3-ാം മൈൽ എന്നിവർ നേതൃത്വം നൽകി. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രഭാഷ് ശങ്കർ സ്വാഗതവും മനോജ് കല്യാണം നന്ദിയും പറഞ്ഞു. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവ
ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്ന നായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോൺ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിലാണ് സമ്മേളനം നടന്നത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ജോയിന്റ് കൌൺസിൽ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ഉന്നയിച്ചു. കാഞ്ഞങ്ങാട് മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എസ് സജീവ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്ത സംസ്കാരമുള്ള, വിവിധ ഭാഷ സംസാരിക്കുന്ന, വിവിധ ആചാര രീതികൾ പുലർത്തുന്ന മനുഷ്യർ, വിവിധ സംസ്ഥാനങ്ങളിൽ അത്തരം മനുഷ്യർ, ആ മനുഷ്യരെ മുഴുവൻ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു മുത്തുമാലയിലെ കണ്ണികൾ പോലെ വ്യത്യസ്ത നിറത്തിലുള്ള മുത്തുകൾ കോർത്തിണക്കി ഒരു മുത്തുമാലയെ എങ്ങനെ മനോഹര രൂപമാക്കി മാറ്റുമോ അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് ഈ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന, വ്യത്യസ്ത സംസ്കാരം പുലർത്തുന്ന മനുഷ്യരെ മുഴുവൻ ഒറ്റ മനുഷ്യരായി കണ്ട്, ഒരേപോലെ കണ്ട്, അവർക്ക് ആവശ്യമായ തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാൻ 2014 വരെയുള്ള ഇന്ത്യൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരതിന് ശ്രമിച്ചിട്ടുണ്ട്. മേഖലാ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി ഗോകുൽ KJ പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ ഷൈജു വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ, ജില്ലാ സെക്രട്ടറി ബിജുരാജ് CK, സംസ്ഥാന കമ്മിറ്റി അംഗം യമുന രാഘവൻ, ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആമിന, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ശ്രീജി തോമസ്, പ്രീത, ജില്ലാ ട്രഷറർ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളായി വിൻസെന്റ് PM പ്രസിഡന്റായും, റോസ്മി റോക്കി വൈസ് പ്രസിഡന്റായും, സനു P സെക്രട്ടറിയായും, ജിഷാദ് ശങ്കർ ജോയിന്റ് സെക്രട്ടറിയായും, സുനിൽകുമാർ P ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. നീണ്ട 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ പെരുങ്കളിയാട്ടം നടക്കുന്നത്. നീണ്ട 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ദേശാധിപയായ പള്ളിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും ചങ്ങലവട്ടയിൽ പകർന്നു നൽകിയ ദീപം ക്ഷേത്രം അന്തിതിരിയനും ആചാരക്കാരും സ്ഥാനികരും ആചാരപ്പെരുമയിൽ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെ പള്ളിയറയിലും കന്നിക്കലവറയിലും അടുക്കളയിലെ കുഴിയടുപ്പിലും പകർന്നതോടെയാണ് 6 നാൾ നീണ്ടുനിൽക്കുന്ന പെരുങ്കളിയാട്ടത്തിന് തിരിതെളിഞ്ഞത്. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ തിടങ്ങലിന് ശേഷം കേണമംഗലത്ത് ഭഗവതിയുടെ ഉച്ചത്തോറ്റം അരങ്ങിലെത്തി.
തോറ്റം ചുഴലിന് ശേഷം രാത്രിയോടെ തൂവക്കാരൻ, പുലിയൂർ കണ്ണൻ, വെള്ളാട്ടവും കാലിച്ചാന്തേവവും അരങ്ങിലെത്തി. രാത്രി കേണമംഗലത്ത് ഭഗവതിയുടെ അന്തിത്തോറ്റവും ശേഷം ഉപദേവങ്ങളുടെ തോറ്റവും നടന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മറത്തുകളിയും പൂരക്കളിയും അരങ്ങേറി. കൊയോങ്കര രാജീവൻ പണിക്കരും അണ്ടോൾ പി രാജേഷ് പണിക്കരുമാണ് മറത്തുകളിയിൽ പാണ്ഡിത്യം മാറ്റുരച്ചത്. തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് മറത്തുകളിയും പൂരക്കളിയും അരങ്ങേറിയത്. കൊയോങ്കര രാജീവൻ പണിക്കരും അണ്ടൂൾ പി രാജേഷ് പണിക്കരും മറത്തുകളിയിൽ പാണ്ഡിത്യം മാറ്റുരച്ചു. മറത്തുകളിയിൽ പി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തെക്കീവിട്ടിൽ കുഞ്ഞിരാമൻ നന്ദിത്തിരിയനും തുരുത്തിപ്പള്ളി നാരായണൻ നന്ദിത്തിരിയനും ദീപം തെളിയിച്ചു. കേരള പൂരക്കളി അക്കാദമി സെക്രട്ടറി വി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പടന്ന മുണ്ട്യ സെക്രട്ടറി പി വി ശശിധരൻ അധ്യക്ഷനായി. എം വി അപ്പു പണിക്കർ, പി ദാമോദരൻ പണിക്കർ, കെ നാരായണൻ പണിക്കർ, പി ഭാസ്കരൻ പണിക്കർ, പിലാക്കൽ അശോകൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജൈവകൃഷി ചെയർമാൻ മാമുനി സുരേശൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി ചെയർമാൻ കെ തമ്പാൻ, എഴുത്ത് കമ്മിറ്റി ചെയർമാൻ പി അരവിന്ദാക്ഷൻ, സംഘാടക സമിതി കൺവീനർ പി പി ശശിധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ക്ഷേത്ര സംഘങ്ങളുടെ പൂരക്കളി അവതരണം നടന്നു. ചെറുവത്തൂർ നെല്ലിക്കാത്തുരുത്തി കഴകം നിലമംഗലത്തെ ഭഗവതി ക്ഷേത്രം, ചെറുവത്തൂർ കാടങ്കോട് നെല്ലിക്കാൽ ഭഗവതി ക്ഷേത്രം, കരുവള്ളൂർ കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘങ്ങളാണ് പൂരക്കളി അവതരിപ്പിച്ചത്. തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ആറങ്ങാടി അറഹ്മ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. റമദാൻ റിലീഫ് വിതരണവും നടന്നു. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സന്മാർഗത്തിന്റെ വെളിച്ചം നിറക്കാനാണ് അള്ളാഹു വ്രതനാളുകൾ സമ്മാനിച്ചതെന്നും ഹൃദയ വെളിച്ചമാണ് ജീവിതത്തിന് വഴി കാണിക്കുന്നതെന്നും ആറങ്ങാടി ടൗൺ ഇമാം അബ്ദുൽ ഹക്കീം അൽ ഖാസിമി അഭിപ്രായപ്പെട്ടു. ആറങ്ങാടി അറഹ്മ സെന്ററിന്റെ റമദാൻ റിലീഫ് ഇഫ്താർ സംഗമത്തിൽ റമദാൻ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റമദാനിന്റെ ശ്രേഷ്ഠത എന്താ? ഈ റമദാനിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ഈ റമദാനിന്റെ ശ്രേഷ്ഠത. ഖുർആനിലാണെങ്കിലോ ആയിരക്കണക്കിന് സന്ദേശങ്ങളാണ്. ഖുർആനിൽ ആയിരത്തിൽ കണക്കിന് സന്ദേശങ്ങളുണ്ട്. അപ്പൊ റമദാനിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിലുള്ള സന്ദേശമാണ് റമദാനിന്റെ സന്ദേശം. ഒരിക്കൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന സഹാബി ഒരാൾ ചോദിക്കുകയുണ്ടായി, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും ഉതകുന്ന വസ്തു എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ. സ്വർഗപ്രവേശനം ലഭിക്കാൻ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ്. രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ്. ചെയർമാൻ ബഷീർ ആറങ്ങാടി ചടങ്ങിൽ അധ്യക്ഷനായി. റമദാൻ കിറ്റുകൾ നഗരസഭാ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് ആറങ്ങാടി ജമാഅത്ത് പ്രസിഡന്റ് എം കെ അബ്ദുറഹ്മാൻ കൈമാറി ഉദ്ഘാടനം ചെയ്തു. കൂളിയങ്കാൽ ജമാഅത്ത് ഖത്തീബ് അൽ അമീൻ അസ്ഹരി, കോവൽപ്പള്ളി ഇമാം അമീൻ അമാനി, അരയി ഇമാം മുസ്തഫ ബാഗവി, പടിഞ്ഞാർ ഇമാം സുഹൈൽ വാരിസി എന്നിവർ പ്രഭാഷണം നടത്തി. എ ഹമീദ് ഹാജി, സുറൂർ മൊയ്തു ഹാജി, നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ മുഹമ്മദ് അലി, വാർഡ് കൌൺസിലർ ടി കെ സുമയ്യ, സൌദി, അബൂബക്കർ ഹാജി എന്നിവർ വിവിധ സഹായങ്ങൾ വിതരണം ചെയ്തു. കൂളിയങ്കാൽ ജമാഅത്ത് പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി, ട്രഷറർ ടി ഖാദർ ഹാജി, സി അബ്ദുള്ള ഹാജി, ടി റംസാൻ,
PVM കുട്ടി, ഹാജി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ജനറൽ കൺവീനർ മുത്തലീബ് കുളിയങ്കാൽ സ്വാഗതവും ട്രഷറർ MK റഷീദ് നന്ദിയും പറഞ്ഞു. അറൗമ ആസ്ഥാന മന്ദിരത്തിൽ നടന്ന സമൂഹ നോമ്പുതുറയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശം ഉയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചെറുവത്തൂരിൽ പ്രഭാത നടത്തം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ചെറുവത്തൂർ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ ചെറുവത്തൂർ ടൗണിൽ സംഘടിപ്പിച്ച പ്രഭാത നടത്തം CPIM ജില്ലാ സെക്രട്ടറിയും MLAയുമായ M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കടിമപ്പെട്ടു പോയാൽ മനുഷ്യത്വം മാറുന്നുപോകും. മനുഷ്യത്വം മാറുന്നുപോയാൽ ഹിംസ്ര ജന്തുക്കളെക്കാൾ വിവരസത കാണിക്കും. ആ ഹിംസ്ര ജന്തുക്കളുടെ പെരുമാറ്റ രീതിയാണ് പല വീടുകളിലും സമൂഹത്തിലും ഏതാനും ചെറുപ്പക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമാണ് നാട്ടിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന കൂട്ടക്കൊല. തീർച്ചയായും ഇത്തരമൊരു സാമൂഹ്യ വിപത്തിനെ അഭിമുഖീകരിക്കുമ്പോൾ ഡിവൈഎഫ്ഐ എല്ലാ തിന്മകൾക്കുമെതിരെ, എല്ലാ സാമൂഹ്യ ജീർണതകൾക്കുമെതിരെ, എല്ലാ ക്രിമിനൽവൽക്കരണത്തിനുമെതിരെ എന്നും അതിശക്തമായിട്ട് പ്രതിരോധമുയർത്തുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, സിനിമാ താരങ്ങളായ PP കുഞ്ഞികൃഷ്ണ മാസ്റ്റർ, ഉണ്ണിരാജ് ചെറുവത്തൂർ, നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ചന്ദ്രൻ കൊടക്കാട്, സെറീന സലാം, അനിഷേദ്യ KR, K പ്രണവ്, സജേഷ് K, ശ്രീജിത്ത് രവീന്ദ്രൻ, റിജിൻ കൃഷ്ണ, നവീൻ കുമാർ, അനീഷ് KV, മായ K, അഭിചന്ദ് എന്നിവർ പ്രഭാത നടത്തത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. 12ാം പെൻഷൻ പരിഷ്കരണത്തിനായി ഉടൻ കമ്മീഷനെ നിശ്ചയിക്കുക. 11ാം പെൻഷൻ പരിഷ്കരണത്തിലെ 2 ഗഡു ക്ഷാമബത്ത കുടിശ്ശികകൾ ഉടൻ നൽകുക. 2021 ജനുവരി ജൂലൈ മാസങ്ങളിലെ ക്ഷാമബത്തകളിലെ 79 മാസങ്ങളിലെ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക. 2022 ജനുവരി മുതൽ കുടിശ്ശികകളായ 19% ക്ഷാമബത്തകൾ ഉടൻ അനുവദിക്കുക. സർക്കാർ വിഹിതം കൂടി ചേർത്തുകൊണ്ട് മെഡിസെപ്പ് അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. KSPS സംസ്ഥാന സെക്രട്ടറി KN വിനോദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരു 10,000 രൂപ പെൻഷൻ വാങ്ങുന്ന സാധാരണ ഒരു പെൻഷനർക്ക്, മിനിമം പെൻഷൻ വാങ്ങുന്ന പെൻഷനർക്ക് ചുരുങ്ങിയത് 9,000-10,000 രൂപയുടെ നഷ്ടം സംഭവിക്കും. ഈ രീതിയിൽ എങ്ങനെയൊക്കെയാണോ ജനങ്ങളെ കൊള്ളയടിക്കാൻ കഴിയുക, ആ രീതിയിൽ ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ട് ഈ പറ്റിക്കുന്ന സർക്കാർ, ജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാർ എത്രയും പെട്ടെന്ന് ആ സ്ഥാനം ഒഴിഞ്ഞ് കാര്യക്ഷമമായ ഒരു സർക്കാരിനെ സൃഷ്ടിക്കണം എന്നാണ് നമുക്ക് പറയാൻ. പിണറായി വിജയൻ സ്ഥാനം ഒഴിഞ്ഞാൽ മാത്രമാണ് കേരളം രക്ഷപ്പെടുന്നത്. ആ സ്ഥിതിയിലാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്.
ജില്ലാ പ്രസിഡന്റ് ബി നാഗരാജ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം ഈശ്വർ റാവു, പി ദിലീപ് കുമാർ, സവിത ടീച്ചർ, എ വി നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. KSPS ജില്ലാ സെക്രട്ടറി കെ കുഞ്ഞിരാമൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി കെ കുഞ്ഞമ്പു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മടിക്കൈ ആലമ്പാടി മൂലക്കോത്ത് തറവാട് പുനഃപ്രതിഷ്ഠാ കലശ കളിയാട്ട ഉത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയ മടിക്കൈ ആലമ്പാടി മൂലക്കൂത്ത് തറവാട് പുനഃപ്രതിഷ്ഠ കലശ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ എത്തിയ കലവറ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു. ഏഴിന് രാവിലെ മുതൽ വിവിധ പൂജകൾ നടക്കും. 11 പ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. ഉച്ചയ്ക്ക് അന്നദാനം. വൈകിട്ട് തെയ്യം കൂടൽ, അഞ്ചലങ്ങം ഭൂതം, ചെറിയ ഭഗവതി, ഭൈരവർ എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട്. 8 പുലർച്ചെ മുതൽ പൊട്ടൻ തെയ്യം, ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ധണ്യങ്ങാനത്ത് ഭഗവതി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും. തുടർന്ന് ഭക്തർക്ക് അന്നപ്രസാദം നൽകും. 2 കാലച്ചാൻ തെയ്യത്തിന്റെ പുറപ്പാടും നടക്കും. ന്യൂസ് ബ്യൂറോ, മടിക്കൈ. കാഞ്ഞങ്ങാട് കല്യാണം മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. രോഹിണി അന്തർജനത്തിന്റെ കാർമ്മികത്വത്തിൽ സർവേശ്വര വിളക്ക് പൂജ നടന്നു. കല്യാണം ശ്രീ മുത്തപ്പൻ മടപ്പുരയിലെ പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി രോഹിണി അന്തർജനത്തിന്റെ കാർമ്മികത്വത്തിൽ സർവേശ്വര വിളക്ക് പൂജ നടന്നു. കുട്ടികളും സ്ത്രീകളും അമ്മമാരും വിളക്ക് പൂജയിൽ പങ്കാളികളായി. മാർച്ച് 6 തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തും. ഉച്ചയ്ക്ക് 12 മണിക്ക് മടപ്പുരയിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം നൽകും. തുടർന്ന് ദൈവത്തെ മല കയറ്റുന്ന ചടങ്ങോടുകൂടി തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട്ട് തിയേറ്റർ പോര്. ഓൺലൈൻ സീറ്റ് ബുക്കിംഗിൽ തട്ടിപ്പ് നടത്തി തിയേറ്റർ കാലിയാക്കുകയും 1.5 ലക്ഷം രൂപ നഷ്ടം വരുത്തുകയും ചെയ്തുവെന്ന പരാതിയിൽ തിയേറ്റർ ഉടമയുടെ പേരിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. മംഗളൂരുവിൽ CISF ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച സ്വകാര്യ കമ്പനി ജീവനക്കാരൻ ലോഡ്ജ് മുറിയിൽ ആത്മഹത്യ ചെയ്തു. ഉത്തർപ്രദേശ് ഗാസിപൂർ സ്വദേശി അഭിഷേക് സിംഗ് ആണ് മരിച്ചത്. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ 8ാമത് ബിരുദദാന സമ്മേളനം മാർച്ച് 8 നടക്കും. പരിപാടിയിൽ VSSC ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കാഞ്ഞങ്ങാട് നഗരസഭ ക്ഷീര കർഷകർക്ക് ധാതുലവണങ്ങൾ വിതരണം ചെയ്തു. ജനകീയാസൂത്രണം 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെന്നാരോപിച്ച ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് പ്രക്ഷോഭത്തിലേക്ക്. കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിലാണ് സമ്മേളനം നടന്നത്. നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. നീണ്ട 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ പെരുങ്കളിയാട്ടം നടക്കുന്നത്. തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മറത്തുകളിയും പൂരക്കളിയും അരങ്ങേറി. കൊയ്യങ്കര രാജീവൻ പണിക്കരും അണ്ടോൾ P രാജേഷ് പണിക്കരുമാണ് മറത്തുകളിയിൽ പാണ്ഡിത്യം മാറ്റുരച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.